ഒന്നോ രണ്ടോ മിനിറ്റിൽ തയ്യാറാക്കാൻ കഴിയുന്ന അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അരി അരക്കാനും കുതിർക്കാനും ഒന്നും നിൽക്കേണ്ട, അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാം. 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മെൽട്ടാവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് മെൽട്ടാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പത്തിലെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നില്ലേ, ആ അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതും 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് എള്ളിട്ട് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാനിപ്പോൾ 1/4 കപ്പ് തേങ്ങ ചെറുക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 1/4 ടീസ്പൂണ് ഉപ്പും 1 നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ കൂടി പോകരുത്, 1 നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കര പാനിയെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. അതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറി വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. 1 കപ്പ് ശർക്കരപ്പാനി ഏകദേശം ഈ ഒരു അളവിന് കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്കിതാ ഇതേപോലെ കുറച്ച് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവെല്ലാം ഇതുപോലെ കുഴിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടി ഇത് തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെയാണ്, പക്ഷേ അത്ര പണിയൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അരി അരക്കാനോ കുതിർക്കാനോ ഒന്നും നിൽക്കണ്ട. അതേപോലെ തന്നെ നമ്മൾ അരി അരച്ചുണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഓണത്തിന് എന്തായാലും ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി എല്ലാം ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പിന്നെ തേങ്ങാക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് തന്നെ ഇത് ചെയ്യാം. ഞാൻ പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിൽ തേങ്ങാക്കൊത്ത് ചേർക്കാണ്ട് തേങ്ങ മാത്രം ചേർത്ത് കൊടുത്തത്. അതേപോലെ തന്നെ മൈദ കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ ഉണ്ണിയപ്പവും റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്.